നമസ്കാരം. എല്ലാവരുടെയും പ്രസംഗം കേട്ട് തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നതാണ് എല്ലാവരും. എൻ്റെ പ്രസംഗം ഒരു വലിയ പ്രഹരമായിട്ട് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പലരും പ്രസംഗം കേട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്ഥലം വിട്ടവരുണ്ട്. ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്നവരുണ്ട്. ഏതായാലും ഈ അവസാന പ്രസംഗം വയ്ക്കുന്നത് ഈ ജേതാക്കളെ കൂടെ അഭിനന്ദിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ആദ്യമേ പ്രസംഗിച്ചു പോയാൽ അവരോട് രണ്ട് നല്ല വാക്ക് പറയാൻ പറ്റാതെ പോവും. അതുകൊണ്ടാണ് ഞാൻ അവസാനം തിരഞ്ഞെടുക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ മഹാന്മാരായ പ്രസംഗികരെല്ലാവരും നല്ല നല്ല പോയിൻറ്റ്സുകളെല്ലാം പറഞ്ഞ് കയ്യടി വാങ്ങിച്ചുകൊണ്ട് പോവും. പക്ഷേ ഈ പരിപാടി ഒരു കയ്യടി വാങ്ങിക്കൽ മാത്രമല്ലാത്തതുകൊണ്ട് ഞാനതങ്ങ് സഹിച്ചു. ഈ കൈരളിയുടെ അവാർഡുകൾ ആണ് കൈരളിയുടെ ഒരു പ്രത്യേകത. നമ്മൾ വേറിട്ട ചാനൽ പോലെയാണ് പേരെന്ന് പറയുന്നത് പോലെ വേറിട്ട അവാർഡുകളുമാണ് നമുക്ക് ഡോക്ടേഴ്സ് അവാർഡ്, വനിതാ യുവ സംരംഭകർക്കുള്ള അവാർഡ്, മികച്ച സാങ്കേതിക സംരംഭകർക്കുള്ള അവാർഡ്, കർഷകർക്കുള്ള അവാർഡ്, ഇങ്ങനെയുള്ള അവാർഡുകളാണ് കൈരളി കൊടുക്കുന്നത്. അതിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട എല്ലാ അവാർഡുകളിലും എല്ലാ ഡോക്ടേഴ്സായാലും ശരി, വനിതാ യുവ സംരംഭകരായാലും ശരി, ഇന്നോടെക്കിൻ്റെ സാങ്കേതിക സംരംഭകരായാലും ശരി, അവരൊക്കെ സാങ്കേതിക വിദഗ്ധരാണ്. അവരെയൊക്കെ നമുക്ക് വളരെ കുറച്ച് സമയത്തെ ആവശ്യമുള്ളൂ. പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും അകറ്റി നിർത്താനോ മാറ്റി നിർത്താനോ പറ്റാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള. നമ്മളിൽ പലരും കർഷകരാണ്. ഞാനും പേരിന് കർഷകനാണ്. എനിക്കുമുണ്ട് ഈ പറഞ്ഞ പോലെ കുരുമുളകും ഏലവും. പക്ഷേ ഞാൻ അങ്ങനെ പോയി കൃഷി ചെയ്യണമല്ല. എനിക്കൊരു കൃഷി സ്ഥലമുണ്ട്, അവിടെ കുറച്ച് കൃഷി ചെയ്യുന്നുണ്ടെന്നല്ലാതെ നേരിട്ട് മണ്ണിലിറങ്ങി കൃഷി ചെയ്യുന്ന ഒരു കർഷകനല്ല ഞാൻ. എനിക്കതിനുള്ള അവസരങ്ങളില്ല എന്നേ ഉള്ളൂ. ഇവിടെ പലരും സലീം കുമാർ അഭിനയം നടത്തി കൃഷി തുടങ്ങി പല പ്രാവശ്യമായി. 10-15 കൊല്ലമായിട്ട് പുള്ളി അഭിനയവും കൃഷിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ കൃഷി കൊണ്ട് അഭിനയത്തിന് പോകാൻ പുള്ളിക്ക് താല്പര്യമില്ല. കാരണം കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളൊരു പണിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കൃഷി എളുപ്പമാണ്, കൂടുതൽ വരുമാനമുണ്ടെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. പക്ഷേ ശ്രീകുമാരൻ വളരെ ആത്മാർത്ഥതയുള്ള ഒരു കർഷകനാണ്. സലീം കുമാറിനെ ഞങ്ങൾ ഈ കൃഷിക്കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. സലീം കുമാറിൻ്റെ പൊക്കാളി കൃഷി എനിക്കും എൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലത്തുള്ളൊരു കൃഷി എൻ്റെ ചെറുപ്പകാലത്ത് നടത്തിയിരുന്നത് പൊക്കാളിയാണ്. പക്ഷേ അതിന് പൊക്കാളി എന്നല്ല നമ്മൾ പറയുന്നത്, ചെട്ടിവിരിപ്പെന്നാണ്. ഇതേപോലെ തന്നെയാണ് കണ്ണി കെട്ടി അതിന് മുകളിൽ വിത്ത് പാകി പിന്നീട് അത് വെട്ടി നിരത്തി ഈ പറഞ്ഞ പോലെ കായൽ വെള്ളം വന്ന് ഒരു വെള്ളത്തിലെ കൃഷിയാണ്. അത് തന്നെയാണ് പറയുന്നത്. അതിനിപ്പോൾ കർഷകരില്ല, കൃഷി ചെയ്യാനാളില്ല എന്ന അവസ്ഥയാണ്. കൃഷി ചെയ്യാനില്ലാത്ത ആൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കേരളത്തിൽ നമ്മൾ ഉണ്ണുന്ന നെല്ല് 99% നമ്മളുണ്ടാക്കുന്നതല്ല. കുറച്ചെങ്കിലും നമ്മുടെ നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട്, വയനാട്, കുട്ടനാടൊക്കെയാണ്. അവിടെയൊക്കെ കൃഷി വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. കർഷകർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊരിക്കൽ പറഞ്ഞതാണ്, അത് അവിവേകമായി പോയി എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. പച്ചക്കറിക്കും അരിക്കുമൊക്കെ വില കൂട്ടണം, എന്നാലേ കൃഷി ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. എന്നാലേ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ മറ്റുള്ള കള്ളിന് വില കൂടിയാൽ പോലും ഒരു പരാതിയുമില്ല. പക്ഷേ അരിക്കും വില കൂടിയാൽ കുഴപ്പമാണ്, സമരമാണ്, സർക്കാർ താഴെ ഇറങ്ങണം, അങ്ങനത്തെ പല പരിപാടികളാണ്. അങ്ങനെയല്ല. നമ്മുടെ നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും കുറച്ചുകൂടെ പ്രോത്സാഹനമായി നമ്മുടെ ഉപഭോക്താക്കൾ കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെ നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതൊരു വേറെ ചില രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എനിക്ക് ഞങ്ങളുടെ ഈ കർഷക അവാർഡായാലും കൈരളി വലിയൊരു അഭിമാനമാണ്. കാരണം നമ്മുടെ കർഷകരെയും നമ്മുടെ ഭാരതം കർഷകരുടെ കൃഷിയുള്ള നാടാണെന്നൊക്കെയാണ് വെപ്പ്. പണ്ടുകാലം മുതൽ ഗാന്ധിജിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ മുഴുവൻ ഗ്രാമങ്ങളിലാണ്, കർഷകരിലാണ്, പാടത്താണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവിടെയൊന്നും ആരുമില്ല. എല്ലാവരും കൃഷി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സ്യൂളായാലും ശരി, അതിന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡാറ്റ ആയാലും ശരി, ഫ്ലോപ്പി ഡിസ്ക് ആയാലും ശരി, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കിട്ടുന്ന ലൈക്കും ഒക്കെ കഴിച്ചാണ് നമ്മളിപ്പോൾ തൽക്കാലം ജീവിച്ചു പോകുന്നത്. കുറേ കഴിയുമ്പോൾ ലൈക്കും ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ പറ്റി ഒന്ന് ആലോചിക്കണം. കാലത്തും വൈകുന്നേരം ഒരു 10-40 ലൈക്കും ഉണ്ടേ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോ അരി കിട്ടും എന്ന് വിചാരിച്ച് ലൈക്കിന് വേണ്ടി കാലത്ത് മുതൽ വൈകുന്നേരം വരെ കാത്തു കുത്തിയിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പാടത്ത് കുത്തി വെച്ചാൽ വൈകുന്നേരം ഉണ്ണാനുള്ള അരിയെങ്കിലും ഉണ്ടാകും.
ഈ ലൈക്ക് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. ഇതുകൊണ്ടൊരു ഞാൻ ഇതുവരെ നമുക്ക് ലൈക്ക് കൊണ്ടേ കൊടുത്തിട്ട് ആരും 10 പൈസ തന്നിട്ടില്ല. അതുകൊണ്ട് ആ സമയം കൂടെ എന്തെങ്കിലുമൊക്കെ പാടത്തോ വീട്ടിലോ പറമ്പിലോ ഒക്കെ കുത്തിവെച്ചാൽ അത്യാവശ്യം കറിക്കുള്ള പച്ചക്കറിയെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. പിന്നെ പുരുഷന്മാർക്ക് പാടത്തെ പണി കഴിയുമോ എന്നൊന്നും വിചാരിക്കേണ്ട. വൈകുന്നേരം പണിയും കഴിഞ്ഞ് വീട്ടിൽ വന്നാലും അത്യാവശ്യം ഇത്തിരി വെള്ളം കോരുകയോ അല്ലെങ്കിൽ വെള്ളം ഇറക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് കുത്തി കൊടുക്കുകയോ ഒക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ സ്ത്രീകളെ തന്നെ ഏൽപ്പിക്കേണ്ട. സ്ത്രീകൾക്കാണിതൊക്കെ അടുക്കളത്തോട്ടം ചാർജ് എന്നും പറഞ്ഞ് നമ്മൾ പുരുഷന്മാർ മാറി നിൽക്കേണ്ട. പുരുഷന്മാർക്കും ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ. ഇപ്പോൾ കണ്ട കർഷകന്മാരും എല്ലാം മേഘാവന്മാരും കൂടുതലും പുരുഷന്മാരും സ്ത്രീകളും ചേർന്നിട്ടുള്ള കൃഷിയാണ് ചെയ്യുന്നത് കുടുംബമായിട്ട്. എനിക്ക് ഈ കർഷകരെ ഇവിടെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം പല ആളുകളും അതിൽ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ ഉപേക്ഷിച്ചിട്ട് കൃഷിയിലേക്ക് പോകുന്നത്. അതൊക്കെ ഒരു വലിയ ധൈര്യം തന്നെ. അങ്ങനെയുള്ള കുറേ ധൈര്യമുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ധൈര്യമില്ലാത്ത മണ്ടന്മാർ വല്ലതും കഴിച്ചു പോകുന്നത്. എനിക്ക് ഈ പരീക്ഷണ കർഷകൻ അയ്യൂബ് തോട്ടോളി എന്ന് പറഞ്ഞ ആളെ കണ്ടപ്പോൾ അയാൾ നല്ല ജോലിയൊക്കെ ഉള്ള ആളാണ്. നമ്മുടെ നാട്ടിലേക്കാണ് ഇവന് വേറെ വല്ല പണിയുണ്ടോ, ഇങ്ങനെ വല്ല ആവശ്യമുണ്ടോ, ബുദ്ധിശൂന്യത 2 മക്കളും ഒക്കെ ഉണ്ട് എന്ന് പറയും. നമ്മൾ അയാളെ ചീത്ത പറയും. അയാൾ പക്ഷേ യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്താണ് എനിക്ക് മറ്റ് തൊഴിലിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കി എൻ്റെ കുടുംബം പുലർത്താനും എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വയനാടെന്ന് പറയുമ്പോൾ വയലുകളുടെ നാടാണല്ലോ. അപ്പോൾ അവിടുത്തെ കൃഷിയല്ലാതെ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റുന്നൊരു ജോലി ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളി അവിടെ തന്നെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇത് കുരുമുളകും ഏലവും കാപ്പിക്കുമൊക്കെ നല്ല വിലയുള്ള കാലമാണ്. അതുകൂടെ അറിയണം. ഇപ്പോൾ ഇന്നലത്തെ പേപ്പറിലും വില കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അയ്യൂബിനൊക്കെ കുറച്ചുകൂടെ സന്തോഷമായിട്ട് ഇനി വീണ്ടും ഇത് തുടരാം. ഇതൊന്ന് കുറയാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഇച്ചിരി കുരുമുളകും കാപ്പിയൊക്കെ എനിക്കും ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഈ മറ്റത് ഇതും വയനാട്ടിലാണ് കേട്ടോ, നമ്മുടെ ദീപ ജയശങ്കർ. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം വളരെ അട്ടപ്പാടിയാണ്. എന്നാലും അട്ടപ്പാടി കൃഷിയില്ലാത്ത സ്ഥലമൊന്നുമില്ലല്ലോ അല്ലേ? അട്ടപ്പാടി തെറ്റിപ്പോയെന്നല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് മാറി വയനാട്ടിൽ പോകാൻ നോക്കൂ. അട്ടപ്പാടിയിൽ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഈ ഭൂമിയുടെ അവകാശികളാണ്. ഈ അട്ടപ്പാടിയുള്ള ഇവരൊക്കെ നമ്മളൊക്കെ ഭൂമി കാശ് കൊടുത്ത് മേടിച്ചാൽ ഇവർക്ക് ജന്മം കിട്ടിയവരാണ്. ഇവരൊക്കെ ഈ ഭൂമിയിൽ തന്നെ ജനിച്ച് ഇവിടെയുള്ള ആൾക്കാരാണ്. നമ്മളൊക്കെ പലരും ചരിത്രപരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ വേറെ എവിടെ നിന്നൊക്കെ വന്നവരാണ്. അപ്പോൾ ഈ ദീപയും കൂട്ടരുമൊക്കെ ഇവിടെ ഈ നാടിൻ്റെ അവകാശികൾ. അപ്പോൾ അവർക്ക് ആ അവകാശമുണ്ട്. പക്ഷേ അവർക്ക് ഭൂമിയുടെ അവകാശം ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവകാശികൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും അവകാശം സ്ഥാപിച്ച് അവിടെ കൃഷി ചെയ്ത് ഞങ്ങൾ ഈ നാടിനെ പോറ്റുമെന്നുള്ള ദൃഢ തീരുമാനത്തിലാണ് ദീപ ജയശങ്കറും കുടുംബമൊക്കെ. അത്ഭുതം തോന്നുന്നു. ഇവർക്ക് 2 പേർക്കും ഭർത്താവിൻ്റെ ജോലിയും പിടിച്ചു പറിച്ച് മാറ്റി വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യുന്നത്. അദ്ദേഹത്തിന് ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയുള്ള മിസ്റ്റർ ബ്രഹ്മദത്തൻ്റെ ജീവിതം കാണുമ്പോൾ നമുക്ക് കൊതി വരും. കാരണം വേറെ വേണമെങ്കിൽ ഒരു ധനികനും ധനാഠ്യനും ജന്മിയൊക്കെ ആയിട്ട് ജീവിക്കാവുന്ന ഒരാളാണ്. ആളുകളെ വെച്ച് കൃഷി ചെയ്തൊക്കെ. പക്ഷേ ഇദ്ദേഹം തന്നെ പശുക്കളെയും ചെടികളെയും ഒക്കെ താലോലിച്ച് വളർത്തി അതിലുള്ള സന്തോഷം കണ്ട് ഒരു കർഷകന് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരിക്കലെങ്കിലും ഒരു ചെടി വെച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ. ഈ ചെടിക്ക് ഒരു ആദ്യത്തെ മുള വരുന്നത്, ആദ്യത്തെ പൂവിടരുന്നത് ഇപ്പോഴുള്ള സന്തോഷം ലോട്ടറി അടിച്ചാൽ പോലും ഉണ്ടാവില്ല. എനിക്ക് അനുഭവം പറയുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത് ഈ ചെടിക്ക് പൂ വന്നോ കായ വന്നോ മുള വന്നോ എന്നൊക്കെ നോക്കും. ഈ കർഷകൻ്റെ മനസ്സുണ്ടെങ്കിൽ അത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. നമ്മളീ പറഞ്ഞ പോലെ പ്രസംഗം കേട്ടച്ചോ അങ്ങ് പോകും. ഇവരൊക്കെ അത് ശരിക്കും അത് ഫീൽ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് അസൂയല്ല, ബഹുമാനമാണ്. തീർച്ചയായിട്ടും ഈ അവാർഡ് ജേതാക്കളോട് എല്ലാവരോടും എനിക്ക് ബഹുമാനമാണ്. എല്ലാവരോടും ഞാൻ ആദരിച്ചു കൊള്ളുന്നു സന്തോഷപൂർവ്വം. പിന്നെ സ്വാവന്തികയെ സ്വയം അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. അവരോടുള്ള അവഗണനയോ പരിഗണനയോ ഉണ്ടായും ഇല്ലെങ്കിലും അതിന് മുന്നോട്ട് സ്ഥലമില്ല, ഭൂമിയില്ല, സഹായിക്കാൻ ആളില്ല, അങ്ങനെയുള്ള അടുപ്പമുള്ള ആളുകളിലെങ്കിലും ജീവിതത്തോട് മല്ലിട്ട് ഭൂമിയോട് മല്ലിട്ട് ജീവിതം നേടിയെടുത്തത് ഒരു
ട്രാൻസ്ജെൻഡറാണ്, മുഴുവൻ സമയം കർഷകയാണ്. അത്ഭുതം തോന്നും നമുക്ക്. ഇതൊരു പരാധീനതയായി കൊണ്ടു നടക്കാതെ ഇതൊരു കഴിവായി കൊണ്ട്, അല്ലെങ്കിൽ ഒരു കരുത്തായി കൊണ്ടു നടന്ന് ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുത്ത ശ്രാവന്തിക അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ശ്രാവന്തിക ഇവിടെ നിന്ന് കരഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ശ്രാവന്തിക എന്തിനാ കരയുന്നത്? ശ്രാവന്തിക ചിരിക്കുകയല്ലേ വേണ്ടത്? ഇത്രയൊക്കെ നേട്ടം ഉണ്ടായ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കുമില്ല. യു ഷുഡ് ബി ഹാപ്പിയർ ദൻ അതേഴ്സ്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കും ഈ പരിപാടിയൊന്നും അറിയത്തില്ല. ഇത്രയും നേട്ടമൊന്നും കുടുംബത്തൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലാത്ത പലരും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ശ്രാവന്തിക കരയരുത്. കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശക്തി പോവും. കരയരുത്, എപ്പോഴും ചിരിച്ചിട്ടിരിക്കുക, സന്തോഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നല്ലൊരു വർഷമാവട്ടെ. എനിക്കും നിങ്ങൾക്കും സന്തോഷം തരുന്നു. നന്ദി, നമസ്കാരം.